വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. കുറേ ദിവസം നമ്മൾ ഇതേപോലെ വലിയ വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്തിട്ട് ഒട്ടും സമയം ഉണ്ടായിരുന്നില്ല. പിന്നെ സ്കൂളിൻ്റെ തിരക്കിലായി അച്ചു. ഇപ്പോഴും എക്സാമൊക്കെയാണ് വരുന്നേ ഉള്ളൂ. അതിന് മുമ്പേ ഞാൻ വിചാരിച്ചു ചെറിയൊരു വീഡിയോ പോസ്റ്റ് ചെയ്യാൻ. അപ്പോൾ ടോയ്സിൻ്റെ വീഡിയോസ് ഇടുമ്പോഴാണ് കുഞ്ഞു കുട്ടികൾക്ക് കാണാനൊക്കെ ഭയങ്കര താല്പര്യം അല്ലേ. എത്ര ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ടോയ്സ് ഉണ്ട് എന്നൊക്കെ അറിയാനായിരിക്കും കുറേ പേർക്കൊക്കെ താല്പര്യം. അപ്പോൾ ഞാൻ വിചാരിച്ചു ശരി എന്നാൽ അച്ചുവിൻ്റെ കയ്യിലുള്ള കിൻഡർ ജോയ് ടോയ്സ് കളക്ഷൻ്റെ ഒരു വീഡിയോ തന്നെ ആവാം ഇന്നത്തെ വീഡിയോ എന്ന് വിചാരിച്ചു. ഞാൻ അച്ചുവിൻ്റെ ഒരുപാട് കിൻഡർ ജോയിലത്തെ ടോയ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിൻ്റെ ഒരു സ്പെഷ്യൽ വീഡിയോ തന്നെ ചെയ്യാമെന്ന്. സോ ഞാൻ എടുത്തു കൊടുത്തിട്ടുണ്ട്. അച്ചുവിൻ്റെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്നത് മൊത്തം കിൻഡർ ജോയിലത്തെ ടോയ്സ് ആണ്. പല ഭാഗങ്ങളിലായി അവൻ കൊണ്ടിട്ടതും ഞങ്ങൾ കൊണ്ട് എടുത്തു വെച്ചതും ഒക്കെ ആയിട്ടുള്ള കുറേ ടോയ്സ് ഉണ്ട്. അതിൻ്റെ കൂടെ ഒന്ന് രണ്ട് ദുബായിലത്തെ അച്ഛൻ്റെ അച്ഛൻ കൊണ്ടുവന്ന ടോയ്സും ഇതിലൂടെ നമ്മൾ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ അച്ഛൻ്റെ കയ്യിലുള്ളത് കാണിച്ചു കൊടുക്കുക. എല്ലാവർക്കും ടോയ്സ് എവിടെയാണ് എടുത്തു വെച്ചിരിക്കണമെന്ന് കാണിച്ചു കൊടുക്കുക. ഇത്രയും ബോക്സ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കും. ഇത്രയും ബോക്സിലാണ്. അതിൽ കിൻഡർ ജോയിലത്തെ ടോയ്സ് മാത്രമല്ല, അപ്പോൾ അച്ഛൻ്റെ കളക്ഷനിലുള്ളത് കിൻഡർ ജോയിലത്തെ ടോയ്സ് മാത്രമല്ല, ഒരുപാട് കളക്ഷൻസ് ഓഫ് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ടോയ്സ് ഉണ്ട്. അപ്പോൾ ഇത് മുഴുവൻ കാണാനായിട്ട് ഈ വീഡിയോ മറക്കാതെ അവസാനം വരെയും കാണണം. അപ്പോൾ ഞാൻ ഇടയിലേക്ക് ചെറിയ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കേണ്ട, അതായത് കറക്റ്റ് ആൻസർ തന്നവർക്ക് നമ്മളൊരു പ്രൈസൊക്കെ അയച്ചു തരുന്നതായിരിക്കും അല്ലേ അച്ചു. കുഞ്ഞു കുട്ടികൾക്ക് ഇതുപോലെ നമ്മൾ ടോയ്സും കാര്യങ്ങളൊക്കെ ഗിവ് അവേ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാം. ഇനി വരുന്ന വീഡിയോസിലും ഇതുപോലെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ ഇത് ചോദിക്കും. ഞാൻ ചിലപ്പം ടോയ്സിൻ്റെ കളർ എന്താ പറഞ്ഞതെന്നൊക്കെ ചോദിക്കും ഇടയിൽ. അപ്പോൾ അതിനുള്ള കറക്റ്റ് ആൻസേഴ്സ് കമന്റ്സിൽ അറിയിക്കുക. കറക്റ്റ് ആൻസേഴ്സ് അറിയിക്കുന്നവർക്ക് നമ്മൾ ഗിവ് അവേ ആയിട്ട് ഇതുപോലത്തെ ടോയ്സ് ഒക്കെ കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അച്ചു കാണിച്ചു കൊടുത്ത് എന്തൊക്കെ ടോയ്സ് ആണെന്ന്. ഫസ്റ്റ് തന്നെ ഇപ്പോഴത്തെ ഹാരി പോട്ടറിന്റെ എഡിഷൻ ആണ് ഫസ്റ്റ് നമ്മൾ അച്ചു എടുത്തിരിക്കുന്നത്. അത് ഈ ഇടയ്ക്ക് വാങ്ങിയതാണ് കേട്ടോ. കുറേ അച്ചു ചെറുപ്പത്തിൽ, അതായത് 2 വയസ്സ് മുതൽ വാങ്ങിയ കിൻഡർ ജോയ് ടോയ്സ് ഉണ്ട്. അപ്പം പിന്നെ അപ്പൂനൊക്കെ വാങ്ങിയത്. അച്ചു ഭയങ്കര ചെറുതായിരുന്നപ്പോൾ അപ്പൂന് വാങ്ങിച്ചു കൊടുത്ത ടോയ്സ് ഉണ്ട്. ഇത് ഇപ്പോഴത്തെ എഡിഷനിൽ വരുന്ന ടോയ് ആണ്, നമ്മളുടെ ഹാരി പോട്ടറിന്റെ. ഹാരി പോട്ടർ നമ്മൾ അങ്ങനെ കളക്ട് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല, എന്നാലും ഒരു 3-4 ടോയ്സ് ഒക്കെ ഉണ്ട് കേട്ടോ അതിന്റെ. ഇത് ഫസ്റ്റ് ഹാരി പോട്ടർ എഡിഷനിലെ ഫസ്റ്റ് ടോയ്. ഓക്കെ, അപ്പോൾ അത് മാറ്റി വയ്ക്കാം. ഇനി അടുത്ത ടോയ് ഏതാ? ഇത് കിൻഡർ ജോയിലത്തെ അല്ല, പക്ഷെ ഇത് വേറൊരു കളക്ഷൻ ഓഫ് ടോയ് ആണ്. ഇതിലും അതാരാ? മോട്ടുവോ പത്ലു അല്ലേ? അത് മോട്ടു പത്ലു എന്ന് പറയുന്ന കാർട്ടൂൺ നിങ്ങൾക്ക് കാണുകയാണെന്നുണ്ടെങ്കിൽ അറിയായിരിക്കും. ഫാൻസ് ഒക്കെ കമന്റ് ചെയ്യാം, മോട്ടു പത്ലു ഫാൻസ്. അപ്പൊ അതിന്റെ പത്ലുവിന്റെ ഒരു ടോയ് വരുന്ന പോലത്തെ ഒരു കാറിലിരിക്കുന്ന പോലെ മോട്ടുവിന്റെ ഉണ്ട് അല്ലേ. അപ്പൊ പത്ലുവിന്റെ ഇപ്പൊ ഒരു കാറിലിരിക്കുന്ന പോലത്തെ ഒരു ടൈപ്പ് ഓഫ് ടോയ് ആണ്. പ്ലെയിൻ ആണോ? സോറി, പ്ലെയിൻ ആണ് കേട്ടോ, അത് കാറല്ല. അപ്പൊ പ്ലെയിനിലിരിക്കുന്ന പോലത്തെ ഒരു പത്ലുവിന്റെ ടോയ് ആണ് അടുത്തത്. ഇത് കിൻഡർ ജോയിലത്തെ അല്ല, അത് നമ്മൾ വേറെ എവിടെന്നോ വാങ്ങിയ. ഓക്കെ, അടുത്ത ടോയ് അച്ചു എടുത്തിരിക്കുന്നത് നമ്മൾ നേരത്തെ ഈ പത്ലുവിന്റെ കണ്ടു. ഇത് അതെ കാർട്ടൂണിന്റെ സെയിം ക്യാരക്ടർ, വേറൊരു ക്യാരക്ടറായ മോട്ടുവിന്റെയാണ് ടോയ്. അപ്പോൾ ഇതൊരു ജസ്റ്റ് ഇങ്ങനെ താഴെ വെച്ച് ഇങ്ങനെ ആടുന്ന ടൈപ്പ് ഓഫ് ടോയ് ആണ് കേട്ടോ. എല്ലാവർക്കും മേ ബി കുറേ പേരുടെ ഇതിലൊക്കെ ഉണ്ടാവും മോട്ടു പത്ലുവിന്റെ ഇതുപോലത്തെ മിനിയേച്ചർ ടോയ്സ് ഒക്കെ. അപ്പോൾ അത് നമ്മളത് കാറിൽ വെച്ചിട്ടുണ്ടായിരുന്ന ടോയ് അല്ലേ? അതേ ടോയ് ആണത്. ഇത് ഞങ്ങൾ കാറിലൊക്കെ വെച്ചിട്ടുണ്ടായിരുന്ന ടോയ് ആണ് കേട്ടോ. ഇത് താഴെ വെക്ക് ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കൂല്ലേ ഇങ്ങനെ. ഇതിങ്ങനെ ആടിക്കൊണ്ടിരിക്കുക, നല്ല ഭംഗിയിൽ ഇങ്ങനെ ആടിക്കൊണ്ട് ഇങ്ങനെ തിരിക്കി ക്യാമറയിലേക്ക് മുഖം കാണിക്കണ പോലെ തിരിച്ചു വെക്കി. നല്ല ഭംഗിയുണ്ട് ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുന്ന ടോയ്. തലയാട്ട് ബൊമ്മനും പണ്ടൊക്കെ ഉണ്ടായിരുന്നില്ലേ തലയാട്ടുന്ന ബൊമ്മ, അതുപോലത്തെ ഒരു ടോയ് ആണ്. നല്ല ഭംഗിയുണ്ട്. അപ്പൊ മോട്ടുവിന്റെ ആയി, പത്ലുവിന്റെ ആയി. ഓക്കെ, ഇനി അടുത്ത ടോയ് നമ്മൾ എന്താന്ന് നോക്കാം. അടുത്ത ടോയ് ഇത് കോണാണ് കേട്ടോ, ചോളമാണ്. അത് തൊലിച്ചു വെച്ചിരിക്കുന്ന മോഡലിലൊരു ടോയ് ആണ്. ഇത് എവിടെന്ന് വാങ്ങിയതാണ്? ഇത് എനിക്ക് തോന്നുന്നു അച്ചുയുടെ അച്ഛൻ ദുബായിൽ നിന്ന് കൊണ്ടുവന്ന ടോയ് ആണ് തോന്നുന്നു. നല്ല ഇവിടെ നിന്നാണ് അല്ല, എനിക്ക് തോന്നണു അത് ദുബായിലത്തെ അച്ഛൻ കൊണ്ടുവന്നതാണ് തോന്നുന്നു. കാരണം ഇത് മെറ്റീരിയലൊക്കെ കാണുമ്പോൾ അതുപോലെ ഉണ്ട്, ഒരു സോഫ്റ്റ് ഒരു റബ്ബർ ടൈപ്പ് സംഭവമാണ്. എന്തായാലും ഇത് കോണാണ്. ഇത് കാണുമ്പോൾ ഇങ്ങനെ കത്രിക പോലെ ഉണ്ട് അല്ലെ, ഇങ്ങനെ കത്രിക പോലെ ഉണ്ട്. പക്ഷെ ഇത് ഒരു ടൈപ്പ് ഓഫ് കോൺ ആണ്. കണ്ടോ, കോൺ ആണ് ടോയ്. ഓക്കെ, അടുത്ത
ടോയ് എന്ന് പറയുന്നത് ടോയ് അല്ല ടോയ്. അടുത്ത ടോയ് എന്ന് പറയുന്നത് പൂച്ചക്കുട്ടിയാണ്. ഈ പൂച്ചക്കുട്ടിക്ക് വേണ്ടിയിട്ട് അച്ചു ഒരു പ്രാവശ്യം ഒരുപാട് അന്വേഷിച്ചു കൊണ്ടിരുന്നതാണ്. കാരണം ഇത് അച്ചുവിന്റെ അമ്മ കറക്റ്റായിട്ട് ഈ ഒരു ബോക്സിലാണ് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. അന്നത് കണ്ടുപിടിക്കാനേ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അവൻ ഒരുപാട് കരഞ്ഞു ഈ ടോയ്ക്ക് വേണ്ടിയിട്ട്. പക്ഷേ കുറച്ച് ദിവസം മുൻപ് ഇവിടെ എല്ലാം ക്ലീൻ ചെയ്യണ സമയത്താണ് നമുക്ക് ഈ ബോക്സ് കിട്ടിയതും അതിൻ്റെ ഉള്ളിൽ നിന്ന് ഈ പൂച്ചക്കുട്ടിനെ കിട്ടിയതും. ഓർമ്മയുണ്ട് അച്ഛന് അന്ന് കരഞ്ഞത് ഈ പൂച്ചക്കുട്ടിക്ക് വേണ്ടിയിട്ട്? അതങ്ങനെ അച്ഛൻ്റെ ലോസ്റ്റ് ക്യാറ്റ് കിട്ടിയിരിക്കുകയാണ്. നെക്സ്റ്റ് ഓക്കെ, അവസാനം ഒരു ടോയ് കാണിക്കും. നെക്സ്റ്റ് വന്നിട്ട് ഇത് ഒരു അനിമൽ കിറ്റിന്റെ കൂടെ ഒക്കെ കിട്ടുന്ന ഒരു ലയന്റെ ടോയ് ആണ്. നമ്മൾ ഇതിന്റെ കൂടെ കുറെ അനിമൽസ് ഒക്കെ ഉണ്ടായിരുന്നു, അതിന്റെ കൂടെ കിട്ടിയ ഒരു ഇതുപോലെ കുഞ്ഞു കുഞ്ഞു അനിമൽസ് കിറ്റ് ഉണ്ടാവില്ലേ, അതിന്റെ കൂടെ കിട്ടിയ 2 ടോയ് ആണ്. ഒന്ന് ചീറ്റയും ഒന്ന് ലയന്റെയും. ഓക്കെ, അടുത്ത ടോയ് അച്ചു എടുത്തിരിക്കുന്നത് മങ്കിയുടെ ടോയ് ആണ്. ഒരു കുഞ്ഞു മങ്കിയാണ് അച്ഛൻ്റെ കയ്യിലുള്ളത്. ഇങ്ങോട്ട് നീട്ടി കാണിക്കേ. അച്ഛൻ്റെ കയ്യിലുള്ളത് കുഞ്ഞു മങ്കിയാണ്. ഇതും കിൻഡർ ജോയ്ന്ന് കിട്ടിയ മങ്കിയാണ്. അപ്പോൾ ഇതുപോലത്തെ മങ്കീസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഇതുപോലത്തെ ടോയ്സ്, സിമിലർ ആയിട്ടുള്ള ടോയ്സ് ഒക്കെ നിങ്ങളുടെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ വന്ന് കമന്റ് അറിയിക്കുക കേട്ടോ. ഓക്കെ, മങ്കി ടോയ് ആണ്. നെക്സ്റ്റ് ടോയ് വന്നിട്ട് എന്താ? നെക്സ്റ്റ് ഇത് ഒരു ജസ്റ്റ് ഇത് ഗേൾസിന്റെ ഒരു ടോയ് ആണ് തോന്നുന്നു. കിറ്റിന്റെ കാർഡ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ലേഡീസ് അല്ല, ഗേൾസ്, സോറി, കിൻഡർ ജോയ് ഗേൾസ് വേർഷനിലത്തെ അതിലത്തെ ടോയ് ആണിത്. അച്ചു ഇടയ്ക്ക് നമ്മൾ ഇങ്ങോട്ട് മാറ്റി വാങ്ങാറുണ്ട് പലതരം ടോയ്സ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ സമയത്ത് വാങ്ങിയിട്ട് കിട്ടിയ ഒരു ടോയ് ആണ്. ഇതിന്റെ കൂടെ കുഞ്ഞു കുഞ്ഞു കിറ്റിന്റെ നിറയെ ഒരു കാർഡ്സ് പോലത്തെ ഒരു സംഭവം ഉണ്ടാവും. ഈ ടോയിൽ ഇതിൻ്റെ ഉള്ളിൽ കുറേ കാർഡ്സ്, സിമിലർ ആയിട്ടുള്ള കാർഡ്സ് ഉണ്ടാവും. സെയിം പിക്ചേഴ്സ് വെച്ച് 2 കാർഡ് ഉണ്ടാവും. മെമ്മറി ടെസ്റ്റ് ഒക്കെ നമ്മൾ കളിക്കില്ലേ, അതുപോലെയൊക്കെ കളിക്കാനായിട്ടാണ് ഇത്. അപ്പോൾ ആ കാർഡ്സ് ഒക്കെ ഇട്ട് വെക്കാനുള്ള ഒരു പെട്ടിയാണ് ഈ പെട്ടി കേട്ടോ. നല്ലത് ഗേൾസിന്റെ കിൻഡർ ജോയ് വേർഷനിൽ നിന്ന് കിട്ടിയ ഒരു ടോയ് ആണ്. അടുത്തതായിട്ട് അച്ചു എടുത്തിരിക്കുന്നത് ഒരു കാറാണ്. ഇതും നമ്മളുടെ കിൻഡർ ജോയ്ന്ന് കിട്ടിയതാണ്. ഇതുപോലത്തെ ഒരുപാട് കാർസ് ഡിഫറെന്റ് കളേഴ്സിലുള്ളത് ഉണ്ടായിരുന്നു കേട്ടോ. ബ്ലാക്ക്, ഒരു ആഷ് കളർ പോലത്തെ, പിന്നെ ഈ കളർ, അങ്ങനെ ഒരുപാട് ബ്ലാക്ക് തന്നെ ഒരുപാട് ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ ഈ കുഞ്ഞു കുഞ്ഞു കാർ. അതിന്റെ പീസസ് ഒക്കെ എവിടേക്കോ പോയി കുറേ എണ്ണത്തിന്റെ. പിന്നെ ഇതുപോലെ ഫിനിഷ്ഡ് ആയിട്ടുള്ളത് കുറച്ചേ ഉള്ളൂ. അത് വേറൊരു പീസാണ്, അതിന്റെ മുകളിലത്തെ ഭാഗമൊന്നുമില്ല, അത് പോയി. ഓക്കെ, ഇതുപോലത്തെ കാർസ് നമ്മളിൽ കുറേ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ ഒന്നേ ഉള്ളൂ. ഇത് വേറൊരു ടൈപ്പ് ഓഫ് കാറാണ്. എനിക്കിതും കിൻഡർ ജോയ്ന്ന് കിട്ടിയതാണ്. ഇതൊക്കെ സെപ്പറേറ്റ് ആയിട്ട് പറഞ്ഞു കൊടുത്തോ. ഇതെല്ലാം കുറെ പാർട്സ് ഉണ്ട്, 2-3 പാർട്സ് ഉണ്ടാവും. അതെല്ലാം കിൻഡർ ജോയ്ന്ന്. ഇത് നമ്മൾ പാർട്സ് ആയിട്ടാണ് കിട്ടുക. അതെല്ലാം നമ്മൾ ജോയിൻ ചെയ്തിട്ട് ഒരു പേപ്പർ തരും, ഇൻസ്ട്രക്ഷൻ പേപ്പർ. ആ ഇൻസ്ട്രക്ഷൻ നോക്കി നമ്മളെല്ലാം ജോയിൻ ചെയ്തിട്ട് വേണം യൂസ് ചെയ്യാൻ അല്ലേ. അപ്പം നമ്മൾ 2 കാർ, ഇത് വേറെ ടൈപ്പ് ഓഫ് കാറാണ്. ഓക്കെ, പിന്നെ ഇതൊരു വലിയ വായുള്ളൊരു ഡക്കാണ്. ആ ഡക്കിന്റെ പക്ഷി. ഓക്കെ, അതൊരു ബേർഡാണ്. ഓക്കെ, ഇങ്ങനെ ഫ്രണ്ടിലേക്ക് കാണിക്കേ, ഇങ്ങനെ കാണിക്കേ, കണ്ടോ? വലിയ വായാണ് അതിന് കേട്ടോ. അതിൻ്റെ ഉള്ളിലേക്ക് അതിന് എന്താ ഫുഡ് പോലെ ഇട്ട് കൊടുക്കാനായിട്ട് ചെറിയൊരു റൗണ്ടിലൊരു സാധനമൊക്കെ ഉണ്ടായിരുന്നു തോന്നുന്നു. ഒരു പേപ്പറിന്റെ ഒരു കാർഡ് പോലെ. അതെ, അത് റൗണ്ടിലൊരു കാർഡ് പോലത്തെ ഒരു സാധനം. അപ്പൊ അതിന്റെ വായിൽ നമ്മൾ ഈ സ്നാക്സ് ഇടുന്ന പോലെ അതിന് ഇട്ട് കൊടുത്ത് കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു സാധനം. അത് നല്ല ഭംഗിയുള്ളൊരു വലിയ വായുള്ളൊരു പക്ഷി. ഓക്കെ, പിന്നെ ഇതും ഒരു ലേഡി ബൊമ്മ, ഒരു ഗേൾ ബൊമ്മയാണ്. ഇതും ഗേളിന്റെ കിൻഡർ ജോയ് എന്ന് കിട്ടിയ ഒരു ബൊമ്മയാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട്. ഇതുപോലത്തെ ഒരുപാട് ക്യൂട്ടായിട്ടുള്ള ടോയ്സ് ഉണ്ട്. അടുത്തത് ഒരു റോബോട്ടാണ്, അല്ല, ഇതൊരു ആസ്ട്രോനോട്ടിന്റെ ടോയ് ആണ്. ഇത് നമ്മൾക്ക് കിൻഡർ ജോയ്ന്ന് കിട്ടിയതാണ്. ഇത് ആസ്ട്രോനോട്ടിന്റെ ഒരു ടോയ് കിൻഡർ ജോയ്ന്ന് തന്നെ കിട്ടിയതാണ്. പക്ഷെ എനിക്കതൊന്നും ഓർമ്മയില്ല കേട്ടോ. വാങ്ങിയത് വാങ്ങുമ്പോൾ എല്ലാം എനിക്ക് കൊണ്ടുവന്ന് കാണിച്ചൊക്കെ തരും, പക്ഷെ എനിക്കൊന്നും ഓർമ്മയില്ല ഇപ്പം ഇങ്ങനെ കാണുന്ന സമയത്ത്. നല്ലൊരു ടോയ് ആണ് ആസ്ട്രോനോട്ടിന്റെ. സോ സ്പേസിൽ പോയ ഒരാളുടെ കോസ്റ്റ്യൂമൊക്കെ ഇട്ടിട്ട് ഉള്ളൊരു ടോയ് ആണ്. ഓക്കെ, അടുത്തത് കാണിക്കോ. അടുത്തൊരു ഷാമിലിയോൺ ആണ് അല്ലേ, ക്യാമലിയോൺ. അതിനെ തന്നെ ക്യാമലിയോൺ എന്ന് പറയണം, ക്യാമലിയോൺ. അപ്പോൾ ഇതിൻ്റെ അടിയിൽ ഒരു ബ്ലൂ കളറുള്ള ഒരു സാധനം ഉണ്ടായിരുന്നു ഇതിനിങ്ങനെ ഇരുത്താനായിട്ട്. അത് കാണാനില്ല ഇപ്പോൾ ഇവിടെ. പക്ഷെ ഇതിൻ്റെ ടോയും ഒരുപാട് ഉണ്ടായിരുന്നു കേട്ടോ. ഈ ഇങ്ങനത്തെ ഒരു ടോയ് വന്നിട്ട് കുറേ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പം അതൊന്നും കാണാനില്ല. എന്നാ ഇതാ പിടിച്ചോ. അച്ചു അപ്പോഴേക്കും ഒരു മോതിരം എടുത്ത് കയ്യിലിട്ടിരിക്കുകയാണ്. അത് എന്തോ ഒരു മോതിരം, ബ്ലൂ കളറിൽ നല്ല ഭംഗിയുണ്ട്. ഇങ്ങനെ കാണിക്കേ.
ഇതും ഒരു ടോയ് ആണ്. ഇത് കിൻഡർ ജോയ് എന്നല്ല, വേറെ ഏതോ ഒരു ചോക്ലേറ്റ് വാങ്ങിയപ്പോൾ കൂടെ കിട്ടിയൊരു ടോയ് ആണ്. വീഡിയോ എടുക്കുന്ന സമയത്ത് കുറേ കാര്യങ്ങൾ വരും. ഞാൻ കുറേ വീഡിയോ എടുക്കാതിരിക്കുമ്പോൾ ഒരു പ്രശ്നമില്ല എൻ്റെ ഫോണിന്. പക്ഷെ വീഡിയോ എടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ ഫോണിൽ ചാർജ് ഉണ്ടാവില്ല, സ്പേസ് ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. സ്പേസ് ഇല്ലാത്തതുകൊണ്ട് എടുക്കുന്ന വീഡിയോ അപ്പം ഞാനൊരു പെൻഡ്രൈവിലേക്കാക്കി വെച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത്. അതുകൂടാതെ ഇപ്പോൾ ചാർജും ഇല്ല. 19% ഞാൻ ചാർജ് കുത്തിവെച്ച് വേഗം 20 ആകുന്ന സമയത്ത് വേഗം എടുത്തിട്ടാണ് എങ്ങനെയൊക്കെയോ മാനേജ് ചെയ്യുന്നുണ്ട്. പുതിയൊരു ഫോൺ വാങ്ങണം അല്ലേ അച്ചു? നെക്സ്റ്റ് ടോയ് എടുക്കുകയാണ് അച്ചു. ഒരു സർപ്രൈസ് ടോയ് ആണ് അല്ലേ? ഒരു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ടോയ് ആണ്. കാണിച്ചെടുക്ക അച്ചു. ഇതൊരു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ടോയ് ആണ്. ഞാൻ പറയാം ഇതിന്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന്. അച്ചു കാണിക്കുന്ന സമയത്ത് ഇതിന്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് മനസ്സിലാവും. അച്ചു കുറച്ച് പൊക്കി പിടിച്ചിട്ടേ അങ്ങനെ താഴെ വിട്. കണ്ടോ, എത്ര നമ്മളൊന്ന് ഹൈറ്റ് ഒന്നും ഇട്ടാലും ഇത് കറക്റ്റായി വന്ന് ഇങ്ങനെ ഡാൻസ് കളിച്ചോട് നിൽക്കും. അതെ, ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കും. കണ്ടില്ലേ, നല്ല രസമുണ്ട്. ഞാൻ വേണമെങ്കിൽ ഒന്നുകൂടെ കാണിച്ചു തരാം. അത് എങ്ങനെ ഇട്ടാലും ഇതിങ്ങനെ തന്നെ വരുള്ളൂ. കണ്ടോ, ഇതെനിക്ക് ഇങ്ങനെ കാണുമ്പോൾ ജുമാൻജിയിലത്തെ മറ്റേ അവർ കളിക്കുന്ന സമയത്തൊരു ഇങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റായി വന്ന് വീണൊരു സാധനമില്ലേ, അതാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഇത് അച്ഛൻ്റെ വലിയ കൊടുത്ത ടോയ് ആട്ടോ. ദുബായിൽ നിന്ന് അച്ഛൻ്റെ വലിയച്ഛൻ വാങ്ങി കൊടുത്തൊരു ടോയ് ആണ്. അതെ, അതാ അങ്ങനത്തെ ഒരു ടോയ് ആയിരുന്നു ഇത്. കോസ്റ്റ്യൂംസ് ഒക്കെ വരുന്നത് സ്ക്വിഡ് ഗെയിമിലത്തെ അതേ കോസ്റ്റ്യൂംസ് ആണ്. സെന്ററിൽ ഇതേ ഷേപ്പും. അപ്പൊ ഇതാണ് സ്ക്വിഡ് ഗെയിം കോസ്റ്റ്യൂമിലുള്ള അച്ചുവിന്റെ ടോയ്സ് കേട്ടോ. ഇത് നോക്കി വെച്ചോളൂ. ഇതൊരു നല്ല ടോയ് ആണ്. ഇതിനൊരു ഗണ്ണ് ഉണ്ടാവും. ഗണ്ണ് വെച്ച് ഇങ്ങനെ ഷൂട്ട് ചെയ്തിട്ട് നമ്മളിങ്ങനെ ഓരോരുത്തരെ ഇങ്ങനെ വീഴ്ത്തിയിടണം. അതെ, അടുത്ത ടോയും മറ്റൊരു ആസ്ട്രോനറ്റിന്റെ ഒരു ടോയ് ആണ്. ഇത് വേറെ ടൈപ്പ് ഓഫ് ഇരിക്കണ പോലത്തെ ഒരു ടൈപ്പ് ഓഫ് ആസ്ട്രോനറ്റ് ആണ്. അതും കിൻഡർ ജോയ്. അതെന്തോ അതിനൊരു പിടിച്ചിട്ടിരിക്കാനുള്ളൊരു സ്റ്റൂൾ പോലത്തെ ഒരു സാധനമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ഇപ്പൊ കാണാനില്ല. ഇതും കിൻഡർ ജോയിന്ന് കിട്ടിയ ടോയ് ആണ് അല്ലേ? അതെ, യെസ്, ഓഫ് കോഴ്സ്, യെസ്. അടുത്ത അച്ചുവിൻ്റെ ഒരു പൊട്ടിയ വാച്ചൊക്കെയാണ് അച്ചു കാണിച്ചു തരുന്നത്. അതെന്തിനാന്നൊന്നും എനിക്കറിയില്ല. അച്ചു, ഇത് പൊട്ടിയ വാച്ചല്ലേ അച്ചു, മാറ്റി വെക്കി. ഇതെന്താ ബോളോ? ഇതൊരു എന്തോ ഒരു പ്ലാസ്റ്റിക് ബോളാണ്. ഇതൊക്കെ അച്ഛൻ്റെ കയ്യിലുള്ള ടോയ്സിന്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ അച്ഛൻ ദുബായിൽ നിന്ന് കൊണ്ടുവരുന്ന ടോയ്സ്, അങ്ങനത്തെ ടോയ്സ് ഉണ്ട്. നമ്മളുടെ ഇവിടുന്ന് ചെറിയ പെട്ടിക്കട ഉണ്ടല്ലോ, അവിടെ പോയിട്ട് കാണുന്ന ടോയ്സ് ഇതുപോലത്തെ അങ്ങനത്തെ ടോയ്സിന്റെ വേറെ കളക്ഷൻസ് അച്ഛൻ്റെ കയ്യിലുണ്ട്. സോ ഡിഫറെന്റ് ഷോപ്പിൽ നിന്ന് ഡിഫറെന്റ് പ്രൈസ് റേഞ്ചിൽ വരുന്ന ടോയ്സ് ആയിരിക്കും അച്ഛൻ്റെ ടോയ് കളക്ഷൻ എന്ന് പറയുന്നത്. കാണിക്കേ, ഞാൻ പറഞ്ഞില്ലേ, ഇതൊരു എയ്റോപ്ലെയിൻ ആണ് അല്ലേ അച്ചു? അടുത്തത് അച്ഛൻ്റെ രണ്ട് ഒരേപോലത്തെ ഫിഷാണ് കേട്ടുള്ളത്. ഇത് വെയിലാണോ ഷാർക്കാണോ? വെയിലാണ്, ബ്ലൂ വെയിലാണിത് അല്ലേ? യെസ്, ബ്ലൂ വെയിലാണ്. രണ്ടും കിൻഡർ ജോയിന്ന് കിട്ടിയ ടോയ്സ് ആണ്. എനിക്ക് ഇതുപോലത്തെ ഉള്ള മീനുകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. രണ്ടും കിൻഡർ ജോയിന്ന്, അതാണ് ഞാനും പറഞ്ഞു. ഇതുപോലത്തെ ബ്ലാക്കും ഉണ്ടായിരുന്നു കേട്ടോ. ബ്ലാക്ക് ഞാൻ തോന്നണു നേരത്തെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് നമ്മൾ നേരത്തെ പോസ്റ്റ് ചെയ്തൊരു വീഡിയോയിൽ അത് കാണിക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ അത് പോയി കാണുക. ഇത് വേറൊരു ടൈപ്പ് ഓഫ് ഫിഷ് ആണ്. ഇതും കിൻഡർ ജോയിന്ന് കിട്ടിയതാണോ? ഓക്കെ, അതെനിക്ക് ഓർമ്മയില്ല. ഇത് കിൻഡർ ജോയിന്ന് കിട്ടിയ ഫിഷാണ്. ഒരുപാട് ടൈപ്സ് കുഞ്ഞു കുഞ്ഞു ഫിഷൊക്കെ ഉണ്ട്. ഇനി നല്ല രസമുണ്ട് കാണാൻ. ഇതും ഒരു ടൈപ്പ് ഓഫ് ഫിഷാണ്. ഇത് ഈ മറ്റേ നമ്മൾ ഷോക്കേസ് പീസ് ഒരു സംഭവമൊക്കെ ഉണ്ടാവില്ലേ, അതിൽ മീനൊക്കെ ഇങ്ങനെ കളിക്കാനുണ്ടാവില്ല, അതിലത്തെ ഒരു മീൻ, അതിലത്തെ എന്തോ പൊട്ടിപ്പോയ സമയത്ത് അതിലത്തെ മീൻ മാത്രം എടുത്തു വെച്ചതാണ് കേട്ടോ. എനിക്ക് പിന്നെ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. എനിക്കും ടോയ്സ് ഭയങ്കര ഇഷ്ടമാണ്.
ഇതൊരു ഇതിന്റെ പേര് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. അതിന്റെ പേര് എനിക്ക് സത്യം ഓർമ്മയില്ല, മറന്നുപോയി ഈ അനിമലിന്റെ പേര്. ഇതും കിൻഡർ ജോയ്ന്ന് കിട്ടിയതാണ്. ബേബി ആൻഡ് ദാറ്റ് അനിമൽ ആണ്. ഇതൊരു കുഞ്ഞു ബേബി എലിഫന്റ് ആണ്. അതിന്റെ ഒരു ടോയ് ആണ്. ഒരു സർക്കസിലൊക്കെ നിൽക്കുന്ന ബേബി എലിഫന്റിന് ടോപ്പൊക്കെ ടീഷർട്ട് ഒക്കെ ഇട്ട ഒരു ബേബി എലിഫന്റ്. നമ്മള് ഡംബോ പോലെ ഉണ്ടല്ലേ, ഡംബോ. ആ ബേബി എലിഫന്റ്. ഡംബോ പോലെ ഉണ്ട്. ഡംബോ സിനിമയിലത്തെ എലിഫന്റ് ഇല്ലേ, അതുപോലെ ഉണ്ട് അല്ലേ അച്ചു? അച്ചു ഈ വീഡിയോയിലൊന്നും സംസാരിക്കണില്ല, അതുകൊണ്ട് ഓക്കെ. അടുത്തതായിട്ട് അച്ചുവിന് ചെറിയൊരു പോപ്പ്. ഇതെന്തിന്റെ പേരെന്താണ്? അതല്ല, അതെന്ത് പോപ്പ. എന്തിന് പേരെന്തുണ്ടായിരുന്നില്ലേ? ഇതൊരു പോപ്പ് ചെയ്യണ ഒരു സാധനം. അതിന്റെ പേരെന്താ? അതന്നെയല്ലേ, എനിക്കറിയില്ല. ഒരു പോപ്പ് ചെയ്യണ സാധനം. അതിന് അച്ചുവിന് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, കീ ചെയിൻ മോഡൽ. പക്ഷെ എന്ത് ചെയ്തു അത്? എങ്ങനെ? ആര്? ഫ്രണ്ട്. എത്ര ഈസി ആയിട്ട് പറയുന്നു. ഫ്രണ്ട് വലിച്ചു പൊട്ടിച്ചു. അച്ചുവിന്റെ കയ്യില് അതെന്താ? എന്താ അത്? പമ്പരം. എവിടെ പമ്പരം? ആഹാ, പമ്പരം തന്നെ ആയിരുന്നാ? ശരി, ഓക്കെ. പമ്പരം പോലത്തെ ഒരു സംഭവം. ഇപ്പൊ ഏകദേശം നമ്മുടെ കയ്യിലുള്ള മെയിൻ ആയിട്ടുള്ള ടോയ്സ് ഒക്കെ കഴിഞ്ഞു. ബാക്കിയുള്ളതൊക്കെ ഓരോ പാർട്സും കാര്യങ്ങളും ബാക്കി ചെറിയ അങ്ങനത്തെ ഓരോരോ പാർട്സ് ഒക്കെയാണ് കിൻഡർ ജോയ്ന്ന് കിട്ടിയത്. അതൊക്കെ വേഗം വെച്ച് കാണിച്ചു തരുന്നുണ്ട്. നമ്പേഴ്സ് ഒക്കെ ഉണ്ട്. പിന്നെ അപ്പൊ ഇത്രയേ ഉള്ളൂ വീഡിയോ. അപ്പൊ നമ്മളുടെ ഇതൊക്കെയാണ് ഇന്ന് കാണിച്ചു തന്ന ടോയ്സ്. ഫുൾ കിൻഡർ ജോയിലത്തെ ആണെന്ന് പറയാൻ പറ്റില്ല. കുറെയൊക്കെ കിൻഡർ ജോയിലെ, മാക്സിമം കിൻഡർ ജോയിലത്തെ ടോയ്സ് തന്നെയായിരുന്നു. സോ നെക്സ്റ്റ് ഇതിന്റെ പാർട്ട് 2 ഉണ്ടാവുന്നതായിരിക്കും. അപ്പൊ നിറയുണ്ട്. അപ്പം ആരും മറക്കാതെ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്. അച്ചു എടുത്തിരിക്കുന്ന നെക്സ്റ്റ് ടോയ് എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് ഫിഷ് ആണ്. ഇതെനിക്ക് ഫിഷ് പോലെ അല്ല തോന്നുന്നത്. ഇതെന്തോ വേറെ എന്തോ ഒരു അനിമൽ പോലെയാണ് എനിക്ക് തോന്നുന്നത്. എന്താണ്? ഫിഷ് അല്ലേ? അതൊരു എലിഫന്റ് ആണ്. ഒരു ടെറാക്കോട്ട മോഡല് ചെയ്തിട്ടുള്ള ഒരു എലിഫന്റ് മോഡലാണ്. അതിൽ പെയിന്റിങ്സ് ഒക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയുള്ള എലിഫന്റ് ആണത്. കാണിച്ചു കൊടുക്കച്ചു നേരെ. അത് നേരെ പിടിക്കത് കണ്ടോ? പെയിന്റിങ്സ് ഒക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ള ഒരു എലിഫന്റ് മോഡലാണത്. ഓക്കെ, കണ്ടു. ഇത് എൻ്റെ ഒരു പഞ്ചിങ് മെഷീൻ ആണ്. അത് കേട് വന്നപ്പോൾ ഞാൻ ഇവൻ്റെ ടോയിൻ്റെ കൂടെ ഇട്ടതാണ്. ഒരു ഹാർട്ട് ഷേപ്പിലുള്ള ഒരു പഞ്ചിങ് മെഷീൻ ആയിരുന്നു. പക്ഷെ അത് കേട് വന്നു. ഒന്നും ചെയ്യാൻ പറ്റില്ല, കേട് വന്നു. അതൊക്കെ പഴയ ഷാർപ്നേഴ്സാണ്. അത് യൂസ് ചെയ്യാനൊന്നും ചെയ്യാൻ പറ്റില്ല. ഷാർപ്നർ. അച്ചുവിൻ്റെ നെക്സ്റ്റ് കളക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ കീ ചെയിൻ കളക്ഷൻ ചെയ്യുന്നതായിരിക്കും. കാരണം അത്രയധികം കീ ചെയിനാണ് അച്ചു വാങ്ങിച്ച് കൂട്ടിയിരിക്കുന്നത്. കുറേയൊക്കെ ഇതേപോലെ കേട് വരുത്തിയിട്ട് കളഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഉള്ള കീ ചെയിൻസ് വെച്ചിട്ട് നശിപ്പിച്ചു. നമ്മളുള്ള കീ ചെയിൻസ് വെച്ചിട്ട് അടുത്ത വീഡിയോ കീ ചെയിൻ കളക്ഷൻ ആണ്. അതും സ്പെഷ്യലി അച്ചുവിൻ്റെ കീ ചെയിൻ കളക്ഷൻ ആണ് അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ, നിങ്ങൾക്കുള്ള ഗിവ് അവേ ക്വസ്റ്റ്യൻ വന്നിട്ട് സ്ക്വിഡ് ഗെയിം ടോയ് കാണിച്ചല്ലോ, അതിൽ റെഡ് കളർ സ്ക്വിഡ് ഗെയിം ഇട്ട ടോയ് എത്ര എണ്ണം ഉണ്ട്? അതാണ് ക്വസ്റ്റ്യൻ. അത് ആൻസേഴ്സ് കമൻറ്റ് ചെയ്യുക ബോക്സിൽ. അച്ചു ഇവിടെ വീഡിയോ എടുക്കണ തിരക്കിലല്ല, പകരം അവൻ ആലോചിച്ച് എന്തൊക്കെയോ കളിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ക്വസ്റ്റ്യൻ എല്ലാവർക്കും പിടികിട്ടിയല്ലോ. സോ നമ്മൾ ആൻസേഴ്സ് കമൻറ്റ് ബോക്സിൽ പോയി കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള റൂൾസ് എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റഗ്രാം പേജ് ഫോളോ ചെയ്യുക, ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവണം. ആൻഡ് ഇൻസ്റ്റഗ്രാം പേജിൽ ഞങ്ങൾക്ക് സ്പെഷ്യൽ DM ചെയ്താൽ മതി. ഇങ്ങനെ ചെയ്തിട്ടുണ്ടെന്നുള്ള സ്ക്രീൻഷോട്ട്സും പ്ലസ് ആൻസറും ഇതിൽ കമൻറ്റ് ചെയ്യണം. അതിൽ വന്നിട്ട് പേഴ്സണൽ മെസ്സേജും അയച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കുഞ്ഞു കുട്ടികൾ കളിക്കണതാണ് അച്ചോ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ആൻഡ് ടേക്ക് കെയർ ഫ്രം ഐറിഷ് കൃഷ്ണ യൂട്യൂബ് ചാനൽ. അപ്പോൾ ആരും മറക്കാതെ
ഗിവ് എവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. സോ ഈ വീഡിയോ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരയ്ക്കും, അതുവരെയ്ക്കും എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ. ടാറ്റാ ബൈ ബൈ പറ. നെക്സ്റ്റ് വീഡിയോ കാണണം. അതിനെല്ലാവരും ഈ വീഡിയോ കാണാൻ മറക്കരുത്. ഇതിന് ശേഷം അടുത്ത വീഡിയോ കാണാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ സ്റ്റിൽ ദാൻ ബൈ ബൈ ഫ്രം ആയുഷ് കൃഷ്ണ യൂട്യൂബ് ചാനൽ.